നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് സ്ത്രീകളിൽ സാധാരണ പറയാൻ മടിക്കുന്നതും സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന വെള്ളപ്പൊക്ക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ ലുക്കോറിയ എന്ന് പറയാറുണ്ട്. അത്തരമൊരു കംപ്ലൈൻറ്റിനെ കുറിച്ച്, അത്തരമൊരു രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സാധാരണയായി സ്ത്രീകളിൽ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് തരത്തിൽ നമുക്കതിനെ തിരിക്കാം. ഒന്ന് ഫിസിയോളജിക്കൽ ലുക്കോറിയ അല്ലെങ്കിൽ പതോളജിക്കൽ ലുക്കോറിയ. ഫിസിയോളജിക്കൽ ലുക്കോറിയ എന്ന് പറയുമ്പോൾ തന്നെ തികച്ചും നിർദോഷപരമായും യാതൊരുവിധ കുഴപ്പമില്ലാത്തതും ഏതൊരു ഭയപ്പാടിൻ്റെയും ആവശ്യവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഭയപ്പാടിൻ്റെ ആവശ്യമില്ല പൊതുവെ, എങ്കിൽ പോലും അത്തരം ചിന്തകൾക്കൊന്നും പ്രസക്തി ഇല്ലാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അത് നിറമില്ലാത്തതോ വെളുത്തതോ ആയ ദ്രാവകം, ദുർഗന്ധം ഉണ്ടായിരിക്കില്ല, ചൊറിച്ചിലോ പുകച്ചിലോ ഉണ്ടാവാത്ത ദ്രാവകം സ്ത്രീജന്യേന്ദ്രിയത്തിൽ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് സാധാരണ ഫിസിയോളജിക്കൽ ലുക്കോറിയ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത്തരം ഒരു ഫിസിയോളജിക്കൽ ലുക്കോറിയ കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു രണ്ട് ആർത്തവ ചക്രത്തിൻ്റെ മധ്യത്തിൽ, ഒരു ആർത്തവ കാലഘട്ടത്തിൻ്റെ രണ്ട് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഇടയ്ക്കുള്ള മധ്യത്തിൽ കാണാം. ഈ സമയത്ത് മുട്ടയുടെ വെള്ള പോലെയോ അല്ലെങ്കിൽ വളരെ വഴുവഴുപ്പായിട്ടുള്ള ശകലം കൺസിസ്റ്റൻസി, ഒരു ജെല്ലി പോലെ കൺസിസ്റ്റൻസി ഉള്ള തരത്തിലുള്ള ഒരു ദ്രാവകം വരികയൊക്കെ ചെയ്യാം ചെറുതാവസ്ഥയിൽ. മറ്റൊരു ഗർഭസ്ഥാവസ്ഥയിലും ചില സ്ത്രീകളിൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകുന്ന സമയത്തും, ഒപ്പം ചിലരിലെങ്കിലും മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്തും ഇത്തരം ഒരു അവസ്ഥകൾ വരാറുണ്ട്. അത് സാധാരണ ഈ നടുക്കുള്ള പീരീഡ് എന്ന് പറയുമ്പോൾ തികച്ചും ഒരു ഓവുലേഷൻ നടക്കുന്ന ഒരു പീരീഡിൽ അങ്ങനെ കണ്ടുവരുന്ന ഈ സ്രവം മറ്റൊരു തരത്തിലും കുഴപ്പമില്ലാത്തതും സാധാരണ സംഭവിക്കുന്നതുമായ ഒരു വിഷയമാണ്. എന്നാൽ ഒരു പതോളജിക്കൽ ലുക്കോറിയ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുന്ന തരത്തിലുള്ള ലുക്കോറിയ എന്ന് പറയുന്നത്, അത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അത് പ്രധാനമായും അതിനകത്ത് പറയാനുള്ളത് നിറത്തിലെ വ്യത്യാസം തന്നെയാണ്. അതിനകത്ത് ദുർഗന്ധമുണ്ടാവാം, അസ്വസ്ഥത ഉണ്ടാവാം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അതിനെ നമ്മൾ ഒരുതരം പതോളജിക്കൽ ലുക്കോറിയ എന്ന് പറയുന്നത്. നിറത്തിലെ മാറ്റം എന്ന് പറയുമ്പോൾ അത് മഞ്ഞ, പച്ച അല്ലെങ്കിൽ ചാരനിറം അല്ലെങ്കിൽ കട്ടി തൈര് പോലെ വരുന്നതാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപക്ഷെ കട്ട തൈര് പോലെ വരുന്നതാവാം. അതും പതോളജിക്കൽ ലുക്കോറിയാണ്. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. സ്വതുവെ ദുർഗന്ധം എന്നൊരു സ്ഥിതി ഉണ്ടായിരിക്കാം. ഈ അസ്വസ്ഥതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണയായി ഇത്തരം സ്ത്രീകളിൽ നമ്മൾ കണ്ടുവരുന്നത് അമിതമായ ചൊറിച്ചിൽ, അതുപോലെ തന്നെ യോനി ഭാഗത്ത് ചുവന്ന് തടിച്ചു വരിക, മൂത്രമൊഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അടിവയറ്റിൽ അനുഭവപ്പെടുന്ന വേദന, ഇത്തരം കാര്യങ്ങൾ, ചൊറിച്ചിൽ, നീറ്റൽ, ഈ ലൈംഗികബന്ധത്തിലോ ഒക്കെ ഏർപ്പെടുന്ന സമയത്ത് അടിവയറ്റിലുള്ള വേദന എന്ന് പറയാം. സാധാരണ അത്തരം ഡിസ്ചാർജുകൾ കൊറോസീവ് ഡിസ്ചാർജ് എന്നാണ് സാധാരണ ചില അവസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അടിവസ്ത്രങ്ങളിൽ തന്നെ സുഷിരങ്ങൾ ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ അടിവസ്ത്രങ്ങളുടെ നിറവ്യത്യാസം വരിക എന്നിങ്ങനെയൊക്കെ ഒരു സ്ഥിതി ഉണ്ട് എങ്കിൽ മിക്കവാറും അതൊരു തരം പതോളജിക്കൽ ലുക്കോറിയ ആവാനാണ് സാധ്യത. അതിന് എന്തൊക്കെയാണ് ഈ പതോളജിക്കൽ ലുക്കോറിയയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള കാരണങ്ങൾ പോലെ തന്നെ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കാൻഡിഡിയാസിസ്, നമുക്ക് പൊതുവെ അറിയാം, തുടയിടുക്കുകളിലും ബാക്കിയൊക്കെയുള്ള വരുന്ന കറുത്തപ്പാടും അല്ലെങ്കിൽ ചൊറിച്ചിലും ഫംഗൽ ഇൻഫെക്ഷനാണെന്നും അത് കാൻഡിഡ എന്നൊരു ഓയിൻമെൻറ്റൊക്കെ സർവ്വസാധാരണമായി പല ആൾക്കാരും വാങ്ങി ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായും യോനിയിൽ നിന്ന് വരുന്ന ആ ഒരു സ്രവം എന്ന് പറയുന്നത് കട്ടി തൈര് പോലുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അതിന് കൂടെ ദുർഗന്ധമുണ്ടാവാം, കഠിനമായ ചൊറിച്ചിലും ഉണ്ടാവാം, കട്ടി തൈര് പോലെ. ഇനി ഇത് പക്ഷേ ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് ഈ പറയുന്ന ലുക്കോറിയൽ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളപ്പൊക്കിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, അത് മിക്കവാറും ചാര നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ആയിരിക്കാം. അത് വളരെ അധികം ദുർഗന്ധം, നല്ല രീതിക്കുള്ള ദുർഗന്ധം വമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിരിക്കും. അത് ഒരു പരിധിവരെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ആ ലുക്കോറിയയുടെ ഇത് ഒരു ഫിഷ് പ്രിൻ അല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ കഴുകിയ വെള്ളം പോലെയോ അല്ലെങ്കിൽ മീനിൻ്റെ ഉലുമ്പ് സ്മെല്ല് പോലുള്ള രീതിക്കുള്ള അത്രയും ഒരു ദുർഗന്ധം വരികയാണെങ്കിൽ തീർച്ചയായും മിക്കവാറും അത് ബാക്ടീരിയൽ ഇതായിരിക്കും. അതുപോലെ തന്നെ
ബാക്ടീരിയൽ വജൈനസിസ് പോലെ തന്നെ വരുന്ന മറ്റൊരവസ്ഥയാണ് ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന ലൈംഗിക ബന്ധത്തിലൂടെ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം മഞ്ഞയോ പച്ച നിറത്തിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരവസ്ഥയും ഈ ഡിസ്ചാർജും ഇത്തരത്തിൽ പാതോളജിക്കൽ ലുക്കോറിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇത്തരം അവസ്ഥയൊക്കെ ഈ പാതോളജിക്കൽ ലുക്കോറി? നമ്മൾ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതിനോടൊപ്പം തന്നെ ട്രൈക്കോമോണിയാസിസ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിന് ആവശ്യം? തീർച്ചയായും ശുചിത്വം തന്നെയാണ് ആവശ്യം. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് അമിതമായ ശുചിത്വം പലപ്പോഴും നമുക്കിത് ദോഷമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അമിതമായ ശുചിത്വം എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വജൈനൽ വാഷ്, ചില ലോഷൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യോനി ഭാഗത്തുണ്ടായിരിക്കുന്ന ചില നല്ല ബാക്ടീരിയകളുണ്ട്. അവിടെ മാത്രമല്ല, നമ്മുടെ കൈകളിലാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ തന്നെയും ചീത്തയായ ബാക്ടീരിയയും ചില നല്ല ബാക്ടീരിയകളുണ്ട്. നമ്മളെ ആമാശയത്തിലും കുടലിലുമൊക്കെ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ പ്രോബയോട്ടിക് അതൊക്കെ കഴിച്ച് നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഈ നല്ല ബാക്ടീരിയ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ അമിതമായ ശുചിത്വബോധമുള്ളത് കൊണ്ട് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലോഷൻസ് ഉപയോഗിച്ച് വജൈനൽ വാഷ് അല്ലെങ്കിൽ അത് നടത്തുന്നത് തീർച്ചയായും അവിടെയുള്ള നല്ല ബാക്ടീരിയകൾ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഈ പറയുന്ന ഈ വെള്ളപ്പൊക്കം എന്നുള്ള അവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇനി വ്യക്തി ശുചിത്വമില്ലായ്മയും ഇതിന് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് വ്യക്തിയായി ഭാഗങ്ങളെല്ലാം പ്രത്യേകിച്ച് സൂക്ഷിക്കുക എന്നുള്ളതും, അധികം ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ, പ്രത്യേകിച്ച് തരത്തിലുള്ള കോട്ടൺ വസ്ത്രമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ യോനി ഭാഗത്ത് ഈർപ്പം അധികം ഏൽക്കാത്ത തരത്തിലുള്ള രീതിക്ക് വൃത്തിയായും സൂക്ഷിക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റഡായിട്ട് ഈർപ്പം ഏർപ്പെടാനുള്ള ആണ് എങ്കിൽ അത് എവിടെയാണെങ്കിലും ശരി, നമ്മുടെ കാലുകളുടെ തുടയെടുക്കിലാണെങ്കിലും ചിലപ്പം കാൽ വിരലുകൾക്കിടയിലുള്ളിടത്താണെങ്കിലും ശരി, ഈർപ്പം തങ്ങി നിൽക്കുവാനുള്ള തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൃത്തിയാക്കൽ ആവശ്യമാണെങ്കിലും അമിതമായ വൃത്തി തീർച്ചയായും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. പിന്നെ ഭക്ഷണത്തിൽ തടയാനുള്ളത് പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങളെ ധാരാളം കഴിക്കാൻ. നമ്മൾ നേരത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതുപോലെ മോര്, തൈര്, ഇത്യാദി ആഹാരങ്ങൾ അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതുകൊണ്ട് ഗുണം ചെയ്യും എന്നുള്ളതാണ്. വെള്ളം ധാരാളം കുടിക്കുക, 6 തൊട്ട് 7 മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. എപ്പോഴാണ് ഇത് ചികിത്സയ്ക്ക് പ്രധാനമായി കാണേണ്ടത് എന്നുള്ള രീതിക്ക് പറയുമ്പോൾ തീർച്ചയായും ഇത് ഒരു വളരെ നീണ്ടു നിൽക്കുകയും ഒരു ക്രോണിക് ലുക്കോറിയ എന്ന് പറയുന്ന അവസ്ഥയിൽ കുറേ കാലങ്ങളായി വരികയും അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറവ്യത്യാസം വരികയും ഒപ്പം നിറവ്യത്യാസം വരുന്നതിനോടൊപ്പം തന്നെ അമിതമായ ദുർഗന്ധമുണ്ട് എങ്കിൽ ക്രോണിക് ലുക്കോറിയ എന്ന് പറയുന്നത് അത് ക്രോണിക് സെർവിസൈറ്റിസ് എന്ന ഒരു അവസ്ഥയിലോട്ട് മാറാം. ആ ക്രോണിക് സെർവിസൈറ്റിസ് എന്ന് പറയുമ്പോൾ പാസ്മിയർ എന്ന് പറയുന്ന ഒരു കാര്യം എടുക്കണം. അത് ഒരുപക്ഷെ സെർവിക്കൽ ക്യാൻസർ എന്നുള്ള നിലയിലോട്ടും കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് തീർച്ചയായും അത് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ നാടൻ രീതിക്ക് ഇതിന് വ്യക്തമായ ഫലപ്രദമായ മരുന്നുകളെല്ലാം ചികിത്സാ രീതികളിലുണ്ട് എങ്കിലും പൊതുവെ വാഴക്കൊമ്പിൻ്റെ നീരും തേനും ചേർത്ത് കഴിക്കുന്നതിന് അത് ഉത്തമമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മല്ലിവെള്ളവും ഉലുവ വെള്ളത്തിൻ്റെയും പ്രസക്തിയും നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റാത്തതാണ്. വളരെയധികം പ്രയോജനകരമെന്ന അനുഭവങ്ങളിൽ നിന്ന് പല സ്ത്രീകൾ നമ്മൾ കണ്ടുവരുന്നത് ശതാവരിക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ ഉത്തമമാണ് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ പക്ഷേ എങ്കിൽ പോലും ഇത് സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഇത്തരം ഒരവസ്ഥയിൽ അത് കൂടുതലായി കണ്ടുവരികയാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയുള്ള ചികിത്സ നടത്തുക എന്നുള്ള ഒരു കാര്യം അറിയിക്കാനാണ് വന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.